പേപ്റ്റിനെ പറ്റിയുള്ള 6ാം ചർച്ചയിലെത്തിയപ്പോഴേക്കും മഞ്ഞിൻ്റെ മായിക മറ നീക്കി ഫ്രൗ റോട്ട്റൂഡ് മാംസളരൂപമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിനകത്തേക്ക് കൂടി കടന്നു പോയാലേ കഥയുടെ കോൺക്രീറ്റ്നെസ് ഉണ്ടാകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന എഴുത്തുകാരി ഫ്രൗ റോട്ട്റൂഡിൻ്റെ മനസ്സിനകത്തേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. 8 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ ഫ്രൗ റോട്ട്റൂഡ് താരതമ്യേന ധനികമായ ഒരു കുടുംബത്തിൽ അയൽക്കാരേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിരുന്ന 8-10 ഏക്കർ വലിപ്പമുള്ള ഒരു പറമ്പിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ്. പക്ഷേ ഇന്ന് വയറ്റാട്ടി ആയി വളർന്നു കഴിഞ്ഞിരിക്കുന്ന അന്നത്തെ പെൺകുട്ടിക്ക് റോട്ട്റൂഡിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ നാട്ടിൽ ഒരു ദുരന്തം വന്നുപെട്ടു. എന്ന് വെച്ചാൽ കട്ടിയായ മഞ്ഞ് മൂലം അവിടുത്തെ കൃഷികൾ പലതും നശിച്ചുപോയി. ഇന്നും അതിന് തുല്യമായ ഒരവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മഞ്ഞിൽ അനേകം പേർ ഇംഗൽഹൈമിൽ മരിച്ചിരിക്കുന്നു, തണുപ്പിൻ്റെ ശക്തിയെ നേരിടാൻ കഴിവില്ലാതെ. അപ്പോൾ പഴയകാല ദുരന്തത്തെ മനസ്സിലോർത്തുകൊണ്ട് അവർ വിചാരിക്കുകയായിരുന്നു, ഇതുപോലെ തണുപ്പിൽപ്പെട്ട് എൻ്റെ കയ്യും കാലും കോച്ചിപ്പോയാൽ, എനിക്ക് ജോലി ചെയ്യാൻ കഴിവില്ലാതായാൽ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെയുള്ള ദുരന്ത സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് അവർ പെട്ടെന്ന് വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു വരികയാണ്. എന്തിനാണ് ഞാനിങ്ങനെ പഴയകാലം ചിന്തിച്ചിരിക്കുന്നത്? 3-4 മാസം കഴിഞ്ഞാൽ ഇംഗൽഹൈം, ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഇന്നത്തെ ഇലയില്ലാത്ത മരങ്ങളിൽ നിന്ന് നിറഞ്ഞ കായ്കനികൾ പറക്കുന്ന സമയം വരുമല്ലോ. ഈ ഗാർഡനിൽ കാണുന്നത് പോലെയുള്ള ബീർണൻ കായ്കളും ഈ അത്തിമരങ്ങളിൽ കാണുന്ന കായ്കളുമെല്ലാം 3-4 മാസം മുൻപ് നാം കണ്ട യാതൊരു ബന്ധവുമില്ലാത്ത വെളുത്ത പൂക്കുലകൾ മാത്രം ധരിച്ചിരുന്ന മരങ്ങളായിരുന്നു. അതുകൊണ്ട് കുഞ്ഞൊരു മാസവും കൂടി കഴിഞ്ഞ് ജന്മമെടുത്തിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്ന് മോഹിക്കുന്നത് എല്ലായ്പ്പോഴും റിയലിസ്റ്റിക് ഒന്നുമല്ല. സർക്കാർ കാര്യം മുറ പോലെ പോകും എന്ന് പറയുന്നത് പോലെ ലോകം അതിനെ നിയന്ത്രിക്കുന്ന വിശ്വകർമാവിൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ള അല്പം തത്വചിന്തയോടെ അവർ
കാലത്തെയും കാലാവസ്ഥയെയും മനുഷ്യരെയും എല്ലാം കുറച്ചുകൂടി യാഥാസ്ഥികമായി കണ്ടുകൊണ്ട് മുന്തിരിത്തോപ്പുകളും ഇലച്ചു കുലച്ചു നിൽക്കുന്ന പഴവർഗ്ഗങ്ങളേന്തിയ മരങ്ങളുമെല്ലാം വരാനിരിക്കുന്ന 5 മാസത്തെ 4-5 മാസം കഴിഞ്ഞുള്ള കാലാവസ്ഥയെ മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ജീവിതത്തെ നേരിടുന്നതിലുള്ള പക്വത എന്ന് മനസ്സിലാക്കി അവർ ഇല പൊഴിഞ്ഞ് മഞ്ഞ് വീണ് കിടക്കുന്ന കാട്ടിലൂടെ നീട്ടിച്ചവിട്ടി വീണ്ടും ധൈര്യം അവലംബിച്ചുകൊണ്ട് വൈദിക പ്രമാണിയായ ഇംഗൽഹൈമിലെ വൈദിക പ്രമാണിയായ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കിനിയും നോക്കിയെടുക്കണം എവിടെയാണ് കിടക്കുന്നതെന്ന്. വൈദിക പ്രമാണിയുടെ ഭാര്യയുടെ 3ാമത്തെ കുട്ടിയെ പുറത്തെടുക്കുന്നതിന് ഒരുങ്ങി നീട്ടി പുറപ്പെടുകയാണ്. അവരുടെ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിക്കുന്നില്ല. അവർക്ക് സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അവർ വൈദികനെ ക്ഷണിച്ചു, എന്നെ ഒന്ന് സഹായിക്കുമോ? കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിന് ഞാൻ തനിച്ചു നോക്കിയാൽ പോരാ, നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. മഹാത്മാഗാന്ധി തനിയെ കസ്തൂർബ ഗാന്ധിയുടെ പ്രസവാവസ്ഥയിൽ സ്വയം ഹെബ്ബാമയുടെ ജോലി നിർവഹിച്ച കഥ നാം കേട്ടുകാണും. എങ്ങനെയുമാകട്ടെ, ഈ വൈദികൻ പറഞ്ഞു, അത് എനിക്ക് പറ്റിയ ജോലിയല്ല. നിങ്ങൾ എവിടെയെങ്കിലും ഗ്രാമത്തിലുള്ള എവിടെയെങ്കിലും ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി സഹായത്തിന് ആവശ്യപ്പെടുക. ഒരു പുരുഷൻ്റെ ചിന്തയിൽ അത് പൂർണ്ണമായും തെറ്റായി കാണാൻ പറ്റില്ല. പ്രസവ വിഷയത്തിൽ പുരുഷന് വളരെ കുറച്ചേ അറിവുള്ളൂ. പക്ഷേ റോട്ടിലൂടെ പറഞ്ഞു, ഇപ്പോൾ സാഹചര്യം മോശമാണ്, നിങ്ങളുടെ സഹായം വേണം. ഇവിടെ ഒരു സ്ത്രീയെ ഗ്രാമത്തിൽ പോയി വിളിച്ചു വരുത്താൻ പറ്റിയ ആരും ഇവിടെയില്ല. എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോയാൽ നിങ്ങളുടെ ഭാര്യ മരിച്ചു പോകും. ഇനി ഇവിടെയുള്ള കുട്ടികളാകട്ടെ ഈ കാലാവസ്ഥയിൽ പുറത്ത് അയക്കപ്പെടാൻ പറ്റിയ പ്രായത്തിലുള്ളവരാരുമില്ല. എന്നാൽ ഞാൻ പോകാമെന്നായി വൈദികൻ. നിങ്ങൾ പോയാൽ എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? ഞാനൊരു ഗാർഡനിലിരുന്നാണ് ഈ ചർച്ച തുടരുന്നത്. എൻ്റെ അയൽവക്കത്ത് അല്പം പണികളെല്ലാം നടക്കുന്നതിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. അത് യാഥാർത്ഥിക ലോകത്തേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇംഗൽഹൈമിലെ കഥ കുറച്ചേ നീണ്ടുള്ളൂ എങ്കിലും ഫ്രൗ റോട്ടിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി
മനസ്സിലായി ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണ്, അന്നത്തെ ഭർത്താക്കന്മാരുടെ മാനസികാവസ്ഥ എന്താണ്, ഇന്നത്തെ ഭർത്താക്കന്മാരുടെയും. ഇന്നും ഏത് ഭർത്താവും പറയുക, അയൽപക്കത്തുള്ള ഏതെങ്കിലും സ്ത്രീകൾ എന്നേക്കാൾ ഉപകാരപ്പെടും ഈ സാഹചര്യത്തിൽ നിന്ന് ആയിരിക്കും ഏത് പുരുഷനും പറയുക. അത് തെറ്റൊന്നുമല്ല പൂർണ്ണമായിട്ട്. പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഇപ്പോഴും നമുക്ക് അനുകൂലമാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ചരിത്രകഥ വായിക്കുമ്പോൾ ഒരു കഥാപാത്രത്തെയെങ്കിലും നാം കുറച്ചടുത്ത് പരിചയപ്പെട്ടു. അല്ല, രണ്ടാം കഥാപാത്രവും വന്നു കഴിഞ്ഞു. അതുമല്ല, ആ വീട്ടിലെ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളെ പറ്റിയും ഞാൻ സൂചിപ്പിച്ചു. വേറൊരു കഥാപാത്രമാണല്ലോ ഫ്രൗ ഗുഡ്റൂൺ. അവർ സാക്സൺകാരിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇത്രയുമൊക്കെ ആയപ്പോൾ നമ്മൾ ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞു. കാലവും ജിയോഗ്രഫിയും കാലാവസ്ഥയും കഥാപാത്രങ്ങളും ഒരു സിനിമയിലെ ആദ്യത്തെ 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നാം കണ്ടു തഴങ്ങുന്ന ഒരു രീതിയിൽ കഥ നമ്മുടെ മുന്നിൽ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് വെയിലും മുന്തിരി, അത്തി, ബീർണൻ തുടങ്ങിയ പല ചെടികളും മരങ്ങളും പൂവിട്ട് തുടങ്ങിയിരിക്കുന്ന ഞാൻ സംസാരിക്കുന്ന മെയ് മാസത്തിൽ നിന്ന് 3-4 മാസം പിന്നിലുള്ള ഇംഗൾഹൈമിലെ കാലാവസ്ഥയിലാണ് നാം എന്നോർത്തിട്ട് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് കടക്കാം. ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കിർലോസ്കറിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സമൂഹമുണ്ട്. ഇവിടെ 10-30 കൊല്ലം മുന്നേ ഒരു മലയാളി സമാജമുണ്ടായിരുന്നു. നവോദയ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോഴും ഉണ്ട്. അന്ന് ഈ കുഞ്ഞു സമൂഹം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു സ്വന്തം ഭാഷയായ മലയാളം. മാതാപിതാക്കളും കുട്ടികളും വെവ്വേറെയും കൂടിച്ചേർന്നും കുഞ്ഞു കുഞ്ഞു നാടകങ്ങളായി അഭിനയിക്കുന്നു. കുഞ്ഞുങ്ങൾ ഡാൻസ്, പാട്ട് തുടങ്ങിയവയിലും താല്പര്യമെടുക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാരത കേരള സംസ്കാരത്തിൻ്റെ ഒരു തൊട്ടിലുകൂടിയായിരുന്നു ഞങ്ങളുടെ കിർലോസ്കരവ്. ആ കിർലോസ്കരവിൽ നടന്നിരുന്ന മലയാളം ക്ലാസ് ഇന്ന് ഇവിടെയുള്ള ഞങ്ങളെ മിക്കവാറും എല്ലാവരെയും ഒരു പരിധിവരെ മലയാളം മനസ്സിലാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തെ ഇവിടെ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനും നമ്മുടെ കുഞ്ഞുങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഡാൻസ് പ്രോഗ്രാം തൊട്ട് പലതും. അതുകൊണ്ട് കിർലോസ്കരവിൽ നടക്കുന്ന ഈ പുസ്തകപരിചയം പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒരു കുഞ്ഞു യൂണിവേഴ്സിറ്റി സൃഷ്ടിക്കുകയാണെന്ന് ഞാൻ പറയും. അവരിൽ ചിലരെല്ലാം പണ്ടേ ഉത്തരവാദിത്വമുള്ള പല ജോലികളും ചെയ്യുന്ന പ്രൊഫസർമാരും ഡോക്ടേഴ്സും ഒക്കെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ യജ്ഞം അന്നത്തെ ഞങ്ങളുടെ യജ്ഞം പോലെ
ഒച്ചപ്പാടില്ലാതെ തുടങ്ങിയ ഒരു യജ്ഞത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് വായനക്കാരെ അല്ലെങ്കിൽ കേൾവിക്കാരെ പുസ്തകപരിചയത്തിൽ കോഫി ഷോപ്പിലും ലൈബ്രറിയിലും പ്രത്യക്ഷപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ പരിപാടിയുടെ വിജയത്തിന് ക്ഷണിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ഒരു നല്ല തലമുറയുടെ വളർച്ചയ്ക്ക് സഹായകരാകാം. ഞാനിതിവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം, നന്ദി.